അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖുൽ ഇസ്ലാമിലെ 13ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസത അഷർ, 13ാമത്തെ പാഠം. ഹലാലൻ ത്വയ്യിബൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് പോയി. അവിടെ പൊരിച്ച ഉടുമ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിക്കാൻ വിസമ്മതിച്ചു. ഉടുമ്പ് ഹറാമാണോ നബിയെ? ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അല്ല, പക്ഷേ നമ്മുടെ നാട്ടിലില്ലാത്ത ഭക്ഷണമായതുകൊണ്ട് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. ജീവികളിൽ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതുമുണ്ട്. ആട്, മാട്, ഒട്ടകം, മാൻ, മുയൽ, ഉടുമ്പ്, ഒട്ടകപ്പക്ഷി, താറാവ്, കോഴി, പ്രാവ്, കാട, കൊറ്റി, കുരുവി, മത്സ്യം, വെട്ടുകിളി തുടങ്ങിയവ ഭക്ഷ്യയോഗ്യമാണ്. നായ, പന്നി, ചെന്നായ, സിംഹം, പുലി, ആന, കുറുക്കൻ, പൂച്ച, കുരങ്ങ്, പരുന്ത്, ചെമ്പോത്ത്, കാക്ക, കഴുകൻ, മയിൽ, മൂങ്ങ, തത്ത, വവ്വാൽ, മരംകൊത്തി, മുതല, തവള, ആമ, പല്ലി, ഓന്ത്, വണ്ട്, പാമ്പ്, തേൾ, എലി, തേനീച്ച, ഈച്ച തുടങ്ങിയ ജീവികൾ ഭക്ഷ്യയോഗ്യമല്ലാത്തവയാണ്. മത്സ്യവും വെട്ടുകിളിയുമല്ലാത്ത എല്ലാ ഭക്ഷ്യയോഗ്യ ജീവികളെയും അറുക്കണം. എന്നാൽ മാത്രമേ ഹലാലാകൂ. അറവ് നടത്തുന്നവൻ മുസ്ലിമാവുക. അറവിന്റെ സമയം യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടാവുക. അറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക. ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക തുടങ്ങിയവ അറവിന്റെ നിബന്ധനകളാണ്. പിടിക്കാൻ കഴിയാത്ത ജീവികളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എറിഞ്ഞോ പരിശീലനം ലഭിച്ച വേട്ടനായയെ അയച്ചോ പിടിക്കാവുന്നതാണ്. പിടിക്കുന്ന സമയത്ത് യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടെങ്കിൽ അറവ് നടത്തണം. അല്ലെങ്കിൽ അറവ് നടത്താതെ ഭക്ഷിക്കാവുന്നതാണ്. അറവ് നടത്തുന്നവൻ പുരുഷനാവുക. ജീവി കാണാത്ത വിധം ആയുധം മൂർച്ച കൂട്ടുക. അതിന് വെള്ളം കൊടുക്കുക. അറക്കാൻ മൃദുവായ വിധത്തിൽ കൊണ്ടുപോവുക. കിബിലയ്ക്ക് മുന്നിട്ട് അറവ് നടത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറയുക. അറവ് വേഗം പൂർത്തിയാക്കുക തുടങ്ങിയവ അറവിന്റെ സുന്നത്തുകളാണ്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഉലുഹിയ്യ. കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും മുഅക്കദായ സുന്നത്താണിത്. നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബലിപെരുന്നാൾ ദിനത്തിൽ ഉലുഹിയ്യത്ത് അറവിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മവും മനുഷ്യന് ചെയ്യാനില്ല. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉലുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ. ബലിമൃഗത്തിന് മാംസത്തെ കുറവ് വരുത്തുന്ന ന്യൂനതകളുണ്ടാവാൻ പാടില്ല. ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ചു മാറ്റിയത് ഉലുഹിയ്യത്തിന് പറ്റില്ല. ഭ്രാന്ത്, മുടന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ളതും പല്ലുകൾ മുഴുവൻ കൊഴിഞ്ഞതും ഗർഭമുള്ള മൃഗവും ഉലുഹിയ്യത്തിന് യോഗ്യമല്ല. ദുൽഹിജ്ജ 10 സൂര്യൻ ഉദിച്ച ശേഷം 2 റക്അത്ത് നിസ്കാരത്തിനും 2 ഖുത്ബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞതു മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെയാണ് ഉലുഹിയ്യത്തിന്റെ സമയം. അറവ് നടത്തുന്ന സമയത്തോ ഉലുഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ ഉലുഹിയ്യത്തിന് ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഉലുഹിയ്യത്ത് അറവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഒന്നിലധികം ആളുകൾ പങ്കുചേർന്ന് ഒരു ആടിനെ ഉലുഹിയ്യത്ത് അറക്കാൻ പറ്റില്ല. എന്നാൽ മാടിലും ഒട്ടകത്തിലും 7 ആളുകൾക്ക് വരെ പങ്കുചേരാവുന്നതാണ്. തടിച്ചു കൊഴുത്തതാവുക, ആൺമൃഗമാവുക, കൊമ്പുള്ളതാവുക തുടങ്ങിയവ സുന്നത്താണ്. പാവപ്പെട്ട മുസ്ലിങ്ങളാണ് അതിന്റെ അവകാശികൾ. ഉലുഹിയ്യത്ത് മൃഗത്തിന്റെ ഒന്നും വിൽക്കാനോ നശിപ്പിക്കാനോ കൂലിയായി നൽകാനോ പാടില്ല. ബറക്കത്തിന് വേണ്ടി കുറച്ചെടുത്ത് ബാക്കിയെല്ലാം സ്വതക്ക ചെയ്യലാണ് ഉത്തമം.
ഉലുഹിയത്ത് ഉദ്ദേശിച്ചവൻ ദുൽഹിജ ആദ്യ 10 ദിവസങ്ങളിൽ നഖം, മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ്. പുരുഷൻ സ്വന്തമായി അറവ് നടത്തുക, അറവിനെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നവൻ അറവ് നടത്തുന്ന സ്ഥലത്ത് ഹാജരാവുക, ബിസ്മി ചൊല്ലുന്നതിനു മുമ്പ് 3 തക്ബീറും ബിസ്മിക്ക് ശേഷം 3 തക്ബീറും ചൊല്ലുക. തുടർന്ന് അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറയുക തുടങ്ങിയവ ഉലുഹിയത്തിന്റെ സുന്നത്തുകളാണ്. അടുത്തത് നോക്കൂ, അക്കീക്ക. കുട്ടി ജനിച്ചതിൽ അല്ലാഹു തആലാക്ക് ശുക്റായി നടത്തുന്ന അറവാണ് അക്കീക്ക. ജനിച്ചത് മുതൽ 60 ദിവസത്തിന് മുമ്പ് രക്ഷിതാവ് കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ അക്കീക്ക സുന്നത്താവുകയുള്ളൂ. പ്രസവം മുതൽ പ്രായപൂർത്തിയാകുന്നതുവരെയാണ് അതിന്റെ സമയം. പ്രായപൂർത്തിയാകുന്നതുവരെ അറവ് നടന്നില്ലെങ്കിൽ അവന് തന്നെ അക്കീക്ക അറുക്കാവുന്നതാണ്. 7-ാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്. 7-ാം ദിവസം നടത്തുന്നില്ലെങ്കിൽ 14, 21, 28 എന്നിങ്ങനെ 7കൾ ആവർത്തിച്ചു വരുന്ന ദിനങ്ങളിലാണ് അറവ് നടത്തേണ്ടത്. ഉലുഹിയത്തിന് യോഗ്യമായ മൃഗം തന്നെയാണ് അക്കീക്കയുടെയും മൃഗം. ആണിന് 2 ആടും പെണ്ണിന് 1 ആടും അറക്കുക. പേര് വിളിച്ചതിനു ശേഷവും മുടി കളയുന്നതിന് മുമ്പുമാവുക. സൂര്യോദയ സമയത്താവുക. അറക്കുന്ന സമയം ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക വ ഇലൈക അല്ലാഹുമ്മ ഹാദിഹി അക്കീഖത്തു ഫുലാൻ എന്ന് പറയുക തുടങ്ങിയവ അക്കീക്കയുടെ സുന്നത്തുകളാണ്. ഈ ഫുലാനിൻ എന്നിടത്ത് കുട്ടിയുടെ പേരാണ് നമ്മൾ ചേർത്ത് പറയേണ്ടത്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായല്ലോ. കൂട്ടുകാർ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. അറവ് നടത്താതെ ഭക്ഷിക്കാവുന്ന ഒരു ജീവി. ഉത്തരം വെട്ടുകിളി. 2. ഉലുഹിയത്ത് നിർബന്ധമാകും എപ്പോൾ? ഉത്തരം നേർച്ചയാക്കിയാൽ. 3. ഉലുഹിയത്തിന് പറ്റുന്ന മാടിന് എത്ര വയസ്സുണ്ടാവണം? ഉത്തരം 2 വയസ്സ്. 4. ഉലുഹിയത്തിന് ഒരാടിൽ എത്രയാളുകൾക്ക് പങ്കുചേരാം? ഉത്തരം 1-ലധികം ആളുകൾക്ക് പങ്കുചേരാൻ പാടില്ല. അപ്പോൾ 1-ലധികം പാടില്ല. 5. ജനിച്ചതു മുതൽ എത്ര ദിവസത്തിന് മുമ്പാണ് അക്കീക്ക അറുക്കേണ്ടത്? ഉത്തരം 60 ദിവസം. 6. പെൺകുട്ടിക്ക് എത്ര ആടാണ് അക്കീക്ക അറുക്കേണ്ടത്? ഉത്തരം 1 ആട്. തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നോക്കൂ. മാതാ നഖൂൽ, നാം എന്തു പറയണം? ഇവിടെ നമുക്ക് കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് ഇവിടെ എഴുതേണ്ടത്. 1. അറവ് നടത്തുമ്പോൾ. ഉത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ. മാതാ നഖൂൽ, അതിലെ 2-ാമത്തത് നോക്കൂ. ഉലുഹിയത്ത് അറക്കുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്റാണ് ഇവിടെ എഴുതേണ്ടത്. ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീറും ബിസ്മിക്ക് ശേഷം 3 തക്ബീറും ചൊല്ലുക. തുടർന്ന് അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി. 3-ാമത്തത് അക്കീക്ക അറുക്കുമ്പോൾ. ആ ദിക്ർ നോക്കൂ. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക വ ഇലൈക അല്ലാഹുമ്മ ഹാദിഹി അക്കീഖത്തു ഫുലാൻ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3-ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഭക്ഷ്യയോഗ്യമായ ജീവികളിൽ 5 എണ്ണം എഴുതുക. ഉത്തരം ആട്, മാട്, ഒട്ടകം, മാൻ, മുയൽ തുടങ്ങിയ ജീവികൾ. 2-ാമത്തത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളിൽ 5 എണ്ണം എഴുതുക. ഉത്തരം നായ, പന്നി, ചെന്നായ, സിംഹം, പുലി തുടങ്ങിയ ജീവികൾ. 3-ാമത്തെ ചോദ്യം, അറവിന്റെ നിബന്ധനകളിൽ 2 എണ്ണം എഴുതുക. ഉത്തരം അറവ് നടത്തുന്നവൻ മുസ്ലിമാവുക, അറവിന്റെ സമയം യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടാവുക. 4-ാമത്തെ ചോദ്യം നോക്കൂ. ഉലുഹിയത്തിന് പറ്റാത്ത മൃഗങ്ങൾ ഏതൊക്കെ? ഉത്തരം ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ചു മാറ്റിയ മൃഗങ്ങൾ, ഭ്രാന്ത്, മുടന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ള മൃഗങ്ങൾ, പല്ലുകൾ കൊഴിഞ്ഞ മൃഗങ്ങൾ, ഗർഭമുള്ള മൃഗങ്ങൾ തുടങ്ങിയവ ഉലുഹിയത്തിന് യോഗ്യമല്ല. 5-ാമത്തെ ചോദ്യം നോക്കൂ. ഉലുഹിയത്തിന്റെ സമയം ഏത്? ഉത്തരം ദുൽഹിജ്ജ 10 സൂര്യൻ ഉദിച്ച ശേഷം 2 റക്അത്ത് നിസ്കാരത്തിനും 2 ഖുത്ബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4-ാമത്തെ പ്രവർത്തനം നക്തുബ് ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. ഉലുഹിയത്തിന്റെ മഹത്വം, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനത്തിന്റെ ഉത്തരം നോക്കൂ.
ഉലുഹിയത് കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും മുഅക്കദായ സുന്നത്താണിത്. നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബലിപെരുന്നാൾ ദിനത്തിൽ ഉലുഹിയത്ത് അറവിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മവും മനുഷ്യന് ചെയ്യാനില്ല. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉലുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ. നക്തുബ ഫിക്ര അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. അക്കീക്ക അറക്കൽ, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഖണ്ഡിക എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. അക്കീക്ക എന്ന് ഹെഡിങ് കൊടുക്കുക. കുട്ടി ജനിച്ചതിൽ അല്ലാഹു തആലാക്ക് ശുക്റായി നടത്തുന്ന അറവാണ് അക്കീക്ക. ജനിച്ചതു മുതൽ 60 ദിവസത്തിന് മുമ്പ് രക്ഷിതാവ് കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ അക്കീക്ക സുന്നത്താവുകയുള്ളൂ. പ്രസവം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് അതിന്റെ സമയം. പ്രായപൂർത്തിയാകുന്നത് വരെ അറവ് നടന്നില്ലെങ്കിൽ അവന് തന്നെ അക്കീക്ക അറുക്കാവുന്നതാണ്. 7-ാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്. 7-ാം ദിവസം നടത്തുന്നില്ലെങ്കിൽ 14, 21, 28 എന്നിങ്ങനെ 7കൾ ആവർത്തിച്ചു വരുന്ന ദിനങ്ങളിലാണ് അറവ് നടത്തേണ്ടത്. ഉലുഹിയത്തിന് യോഗ്യമായ മൃഗം തന്നെയാണ് അക്കീക്കയുടെയും മൃഗം. നക്തുബ് ഫിക്ര അതിലെ മൂന്നാമത്തേത് നോക്കൂ. അറവിന്റെ സുന്നത്തുകൾ, അതിനെ കുറിച്ചിട്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതണം. ആ പ്രവർത്തനം നോക്കൂ. അറവിന്റെ സുന്നത്തുകൾ ഹെഡിങ് കൊടുക്കുക. അറവ് നടത്തുന്നവൻ പുരുഷനാവുക, ജീവി കാണാത്ത വിധം ആയുധം മൂർച്ച കൂട്ടുക, അതിന് വെള്ളം കൊടുക്കുക, അറക്കാൻ മൃദുവായ വിധത്തിൽ കൊണ്ടുപോവുക, കിബിലയ്ക്ക് മുന്നിട്ട് അറവ് നടത്തുക, ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുക, അറവ് വേഗം പൂർത്തിയാക്കുക തുടങ്ങിയവ അറവിന്റെ സുന്നത്തുകളാണ്. നക്തുബ് ഫിക്ര അതിലെ നാലാമത്തത് നോക്കൂ. ഉലുഹിയത്തിന്റെ സുന്നത്തുകൾ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതേണ്ടത്. ആ പ്രവർത്തനം നോക്കൂ. അതിന്റെ ഉത്തരം നോക്കൂ. പുരുഷൻ സ്വന്തമായി അറവ് നടത്തുക. അറവിന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നവൻ അറവ് നടത്തുന്ന സ്ഥലത്ത് ഹാജരാവുക. ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീറും ബിസ്മിക്ക് ശേഷം 3 തക്ബീറും ചൊല്ലുക. തുടർന്ന് അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറയുക തുടങ്ങിയവ ഉലുഹിയത്തിന്റെ സുന്നത്തുകളാണ്. തദ്രീബാത്തിലെ 5-ാമത്തെ പ്രവർത്തനം നോക്കൂ. തഹ്സീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1-ാമത്തെ പ്രവർത്തനം നോക്കൂ. കുട്ടിക്കാലത്തെ എന്റെ ബലിപെരുന്നാൾ എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ കൂട്ടുകാരുടെ കുട്ടിക്കാലത്തെ ഒരു ബലിപെരുന്നാൾ ഓർമ്മയെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു മോഡലിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. കുട്ടിക്കാലത്തെ എന്റെ ബലിപെരുന്നാൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ബലിപെരുന്നാൾ എല്ലാവരും സന്തോഷത്തിലാണ്. പെരുന്നാൾ തലേന്ന് കൂട്ടുകാരോടൊപ്പം കൂടി മൈലാഞ്ചി ഇല പെറിക്കാൻ പോവും. അത് കൊണ്ടുവന്ന് അമ്മിയിലിട്ട് അരച്ചെടുക്കും. അപ്പോഴേക്കും കൈകളിൽ മൈലാഞ്ചി കളർ പിടിച്ചിട്ടുണ്ടാവും. അന്ന് രാത്രി മൈലാഞ്ചി എടുത്ത് നഖങ്ങളിലും കയ്യിലും വെച്ച് ഉറങ്ങും. കാലത്ത് എണീറ്റ് കൈകൾ നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നും. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഉമ്മയെ സഹായിക്കും. പള്ളിയിൽ നിന്നും തക്ബീർ ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട്. ഉമ്മ അടുക്കളയിൽ പണിത്തിരക്കിലാണ്. തലേ ദിവസം വേവിച്ച് മാറ്റിവെച്ച ഇറച്ചി തൂമിക്കുന്ന മണം. ഒരടുപ്പിൽ പത്തിരിയും മറ്റേ അടുപ്പിൽ ഇറച്ചിക്കറിയും. എന്റെ ഉമ്മ ഒരു ഗ്ലാസ് ചായ തന്നു. അത് കുടിച്ചതിനു ശേഷം ഉമ്മ പറഞ്ഞ പണികളെല്ലാം ചെയ്തു കൊടുത്തു. വീട്ടിൽ ഉപ്പയും ഇക്കയും കുളിച്ച് പള്ളിയിൽ പോവാൻ റെഡിയാകുന്നു. എന്റെ ഇക്ക വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് പെരുന്നാളിന് മാത്രമാണ് പുതിയ ഡ്രസ്സ് വാങ്ങുക. അതും കിട്ടുമോ എന്ന് ഉറപ്പില്ല. അന്ന് ഞങ്ങളുടെ മാമാന്റെ വക ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അവൻ ആ സന്തോഷത്തിലാണ്. പാതി പൊട്ടിയ ചെരുപ്പ് വൃത്തിയായി കഴുകി തുടച്ചു വെച്ചിരുന്നു. അതിട്ട് അവൻ ഉപ്പാന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. എന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഉമ്മ ചായയും കടിയും തയ്യാറാക്കി. ഉച്ചഭക്ഷണം റെഡിയാക്കാൻ തുടങ്ങി. അതിനിടയിൽ ഞാനും ഉമ്മയും വീട്ടിൽ പെരുന്നാൾ നിസ്കരിച്ചു. നിസ്കാരവും മറ്റും കഴിഞ്ഞ് ഉപ്പയും ഇക്കയും വീട്ടിലെത്തി. ഞങ്ങൾ പത്തിരി കഴിച്ചു. മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്നും ഉലുഹിയത്തിന്റെ ഇറച്ചി വീടുകളിൽ എത്തിക്കൊണ്ടിരുന്നു. എന്റെ ഉപ്പ വാഴയില വെട്ടിവന്നു. ഞങ്ങൾ ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചു. മോര് കൂട്ടാൻ, ഇഞ്ചിപ്പുളി, പപ്പടം, ഇറച്ചി വരട്ടിയത്, കാബേജ് ഉപ്പേരി. ഇതായിരുന്നു എന്റെ വീട്ടിലെ ഭക്ഷണം. ഭക്ഷണം കഴിച്ച് ഞാനും ഉമ്മയും ഉപ്പയും ഇക്കയും ഉമ്മാന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ബാക്കി ആഘോഷങ്ങൾ അവിടെയായിരുന്നു. അപ്പൊ ഇതുപോലെ കൂട്ടുകാരുടെ ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. തഹ്സീസ് അതിലെ 2-ാമത്തെ പ്രവർത്തനം നോക്കൂ. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ചറിയുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം.
പരിശുദ്ധ മക്കയിലായിരുന്നു ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ധനികനും പൗരപ്രമാണിയും പ്രമുഖനുമായിരുന്ന വലീദ് ബിൻ മുഗീറയാണ് പിതാവ്. ആദ്യം ഇസ്ലാമിന്റെ കടുത്ത എതിരാളിയായിരുന്നെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ മുസ്ലിം സൈന്യത്തിന് വലിയ ബലവും ആശ്വാസവുമായിരുന്നു. 2 ലക്ഷത്തോളം എതിരാളികൾ ഉണ്ടായിരുന്ന മുഅത്തയിൽ അവിസ്മരണീയ വിജയം കാഴ്ചവെക്കാനും സൈനിക തലവനാകാനും ആ മഹനീയ യോദ്ധാവിന് അള്ളാഹു ഭാഗ്യം നൽകി. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള തന്റെ ആദ്യ യുദ്ധത്തിൽ തന്നെ മുസ്ലിം സൈന്യം എണ്ണത്തിലും ആയുധശേഷിയിലും ശത്രു സൈന്യത്തെക്കാൾ എത്രയോ പിന്നിലായിരുന്നു. നിരവധി യുദ്ധങ്ങളിൽ ആ ധീരയോദ്ധാവ് ആത്മാർത്ഥമായി ഇസ്ലാമിന് വേണ്ടി പോരാടുകയും നിരവധി രാഷ്ട്രങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് നടന്ന യുദ്ധങ്ങളിലെല്ലാം ഖാലിദ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു സേനാനായകൻ. പേർഷ്യ, റോം തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്താൻ മുഖ്യ പങ്ക് വഹിച്ചത് ഖാലിദ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ധീരതയും സൈനിക തന്ത്രങ്ങളും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സൈഫുള്ള എന്ന പേര് നൽകി. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.